Friends, welcome back to our channel Wealthy Life. ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിലെ Q4 റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ബിയറിഷ് ട്രെൻഡാണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് 800 രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 675 രൂപ എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും വളരെ ബിയറിഷ് ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ്നെസ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ അതായത് 6 മെയ് 2021 ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരല്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടിയാണ് ഓപ്പൺ ചെയ്തതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് അതിൻ്റെ ഇൻട്രാഡേ ഹൈ ആയ 703 എന്ന ലെവലിൽ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് 3.41% കറക്റ്റായി 674 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതായത് ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ ഉണ്ടായതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതുകൂടാതെ ഈ കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, കൂടാതെ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ ഈ സ്റ്റോക്കിന് എത്രയാണ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ Q4 റിസൾട്ടിലെ ബാഡ് പെർഫോമൻസ് തന്നെയാണ്. അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 85% ഡിക്ലൈൻ ആവുകയും എബിറ്റയിൽ ഇയർ ഓൺ ഇയറിൽ 30% ഡിക്ലൈൻ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം കമ്പനിയുടെ ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 11% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും കെമിക്കൽ പ്രോഡക്റ്റ് ബിസിനസ്സിൽ 6% വർധനവ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടാവുകയും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ ഏകദേശം 38%-ഓളം സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടാവുകയും ചെയ്തു. അതായത് കമ്പനിയുടെ ഇൻകവും സെയിൽസും വർദ്ധിച്ചതിന് ശേഷവും കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം പരിശോധിക്കുകയാണെങ്കിൽ പോളാർ വെർട്ടെക്സ് വെതർ ഇമ്പാക്റ്റ് മൂലം ഗ്യാസ് പ്രൈസ് വർദ്ധിക്കുകയും ഇത് കമ്പനിയുടെ നോർത്ത് അമേരിക്കയിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് കമ്പനിയുടെ പ്രോഫിറ്റിനെ ബാധിച്ച ഒരു ഘടകമാണ്. അതുപോലെ തന്നെ UK-യിലെ ടാക്സ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തതുമൂലം കമ്പനിക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് റീഫിനാൻസ് ചെയ്യേണ്ടി വന്നു. ഇത് കമ്പനിക്ക് മുകളിൽ ഒരു മേജർ ബർഡൻ ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കും. ഈ രണ്ട് എഫക്റ്റുകളും വൺ ടൈം എഫക്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള ഒരു പ്രധാനപ്പെട്ട മേജർ എഫക്റ്റ് കമ്പനിയുടെ ഇൻപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിച്ചതാണ്. റോ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള ഉദാഹരണമായി നമ്മൾ പറയുന്നത് എനർജി സെക്ടറിൽ വളരെ ആവശ്യമായ അല്ലെങ്കിൽ കെമിക്കൽ സെക്ടറിൽ വളരെ ആവശ്യമായ സോഡ ആഷിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിലും അതുപോലെ തന്നെ ഒരുപാട് ഇൻപുട്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുകയും ഇത് കമ്പനിയുടെ പ്രോഫിറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ പല Q4 റിസൾട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല പ്രാവശ്യവും കമ്പനി എത്ര സ്റ്റേബിളായി അല്ലെങ്കിൽ കമ്പനി ഒരു അപ്പ് ഡയറക്ഷനിലോ ഡൗൺ ഡയറക്ഷനിലോ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനിയല്ല. കാരണം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിവിധ വർഷങ്ങളിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 1501 കോടിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ 2019 1945 കോടിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 2018 1780 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 2017 3033 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ള ഒരു അപ്പ് ഡൗൺ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതേ അപ്പ് ഡൗൺ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിയാലും നമ്മൾ കാണാൻ സാധിക്കും. അതായത് ടാറ്റ കെമിക്കൽസിൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കാര്യം മനസ്സിലായി കാണും. ഈ കമ്പനിയുടെ നേച്ചർ തന്നെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെയോ Q4 റിസൾട്ടോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു അപ്പ് ഡൗൺ മാതൃകയിലുള്ള ഒരു Q4 റിസൾട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന ഇപ്രാവശ്യത്തെ ഡിക്ലൈന് ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ്റെ പിന്നിലെ റീസണായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട റീസണായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലാനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എക്കോ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് കമ്പനിയുടെ ഒരു കമൻട്രിയോ ഇപ്രാവശ്യത്തെ Q4 റിസൾട്ടിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും അതുതന്നെയായിരുന്നു. അത് ഇപ്രാവശ്യത്തെ Q4 റിസൾട്ടിൽ കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാവാം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിക്ലൈൻ കാണാൻ സാധിച്ചത്. അതായത് ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ കെമിക്കൽസിൻ്റെ കറണ്ട് ബിസിനസ് അതായത്
അതൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് എന്നുള്ള കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ Q3 ഈ കമ്പനി അല്ലെങ്കിൽ ടാറ്റ കെമിക്കൽ എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്തത്. ഈ കമ്പനി അതിൻ്റെ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്ത് കൺസ്യൂമർ സെക്ടറിലെ പ്രോഡക്റ്റുകളെല്ലാം ടാറ്റ കൺസ്യൂമർ എന്ന സെക്ടറിലേക്ക് മാറ്റുകയും ഈ കമ്പനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതായത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് കമ്പനിയുടെ ആക്ച്വൽ ട്രെൻഡ് റിവേഴ്സൽ പ്ലാൻ നമ്മൾക്ക് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടായി. സ്റ്റോക്കിൽ ഇത്രയും നല്ലൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടായതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ബാറ്ററി മാനുഫാക്ചറിങ്ങിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇക്കോസിസ്റ്റത്തിലും ഈ കമ്പനി വളരെ സുപ്രധാനമായ റോൾ വഹിക്കും എന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ്. അതായത് ആക്റ്റീവ് റോ മെറ്റീരിയൽസിൽ നിന്നും ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് ആവശ്യമായ ലിഥിയം അയോൺ ബാറ്ററി ജനറേറ്റ് ചെയ്യുക, അതിനുശേഷം ഈ ലിഥിയം അയോൺ ബാറ്ററിയുടെ എക്സ്പോർട്ടും കൂടാതെ ഈ ബാറ്ററിയുടെ റീസൈക്കിൾ തുടങ്ങിയ പ്രൊസീജിയറുകൾ ഉൾപ്പെടുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇക്കോസിസ്റ്റം എന്ന കംപ്ലീറ്റ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലാനോ അല്ലെങ്കിൽ ഒരു അപ്രോച്ചോ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കമൻട്രിയിലോ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. അതുമൂലമാകാം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഉണ്ടായത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു റാലി വന്നത് എന്നുള്ളതാണ്. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒന്ന് ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതുപോലെ തന്നെ കമ്പനി റീസ്ട്രക്ചർ ചെയ്ത് കെമിക്കൽ സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന, എസ്പെഷ്യലി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കെമിക്കൽ സെക്ടറിലെ കമ്പനികളെല്ലാം വെൽ പെർഫോം ആണ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ അടുത്ത 5 വർഷത്തേക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചും ഈ സ്റ്റോക്കിലേക്ക് ഉണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ വാല്യൂഷൻ തന്നെയാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിന് ടാറ്റയുടെ തന്നെ ടാറ്റ സൺസ്, റാലിസ് ഇന്ത്യ, ടൈറ്റാൻ തുടങ്ങിയ വിവിധ കമ്പനികളിൽ സ്റ്റോക്കുണ്ട്, വിവിധ കമ്പനികളിൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 20,000 കോടി രൂപയിലേറെയുള്ള വാല്യൂഷനാണ് ടാറ്റ കെമിക്കൽസിന് ഈ കമ്പനിയിലുള്ളത്. ഉദാഹരണമായി റാലിസ് ഇന്ത്യയുടെ തന്നെ ലാസ്റ്റ് ക്വാർട്ടർലി പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഏകദേശം 104% ഹൈക്കാണ് കാണാൻ സാധിച്ചത്. ഇതേ ഹൈക്കിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിലും കിട്ടും. ഈ ടാറ്റ കെമിക്കൽസിൻ്റെ കെമിക്കൽ സെക്ടറിലെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പും നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ ഒരു വാല്യൂ വർത്ത് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു അപ്രോച്ചും അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ വർത്ത് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാവാം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത് എങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്ക് സ്യൂട്ടബിൾ ആകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പൈലറ്റ് പ്ലാനുകൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഈ പ്ലാനുകളൊന്നും ആക്ച്വൽ എക്സിക്യൂട്ടഡ് ആയിട്ടില്ല. അതായത് ഇതെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുകളാണ്. ഈ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുകളിലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പേഷ്യൻ്റ്ലി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഈ സ്റ്റോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. അല്ലാത്തവർക്ക്, അതായത് ഷോർട്ട് ടൈം ടാർഗറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി മോട്ടിലാൽ ഒസ്വാളിൻ്റെ തന്നെ ഷോർട്ട് ടൈം ടാർഗറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 628 രൂപയുടെ ഷോർട്ട് ടൈം ടാർഗറ്റാണ് അല്ലെങ്കിൽ 628 രൂപയുടെ ടാർഗറ്റാണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതായത് സ്റ്റോക്കിൽ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്നും അത്ര വലിയ രീതിയിലുള്ള ഒരു ബമ്പർ റിട്ടേൺ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇക്കോസിസ്റ്റം EV തീം ബേസ്ഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതിനെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്റ്റേക്ക് എമൗണ്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു ബിയറിഷ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 800 രൂപയോളം മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ സംഭവിച്ച് ഈ സ്റ്റോക്ക് 675 രൂപ എന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞു. അതായത് ഈ സ്റ്റോക്കിലെ ഒരു ഫസ്റ്റ് അക്കുമുലേഷൻ റേഞ്ചായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് തന്നെ 650 രൂപ മുതൽ 675 വരെയുള്ള റേഞ്ചാണ്. ഈ റേഞ്ചിൽ നമ്മൾക്ക് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്